എല്ലാവർക്കും നമസ്കാരം. സി എസ് എൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 7/7/2026 7 ജൂലൈ 2026 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആപ്ലിക്കേഷൻ 8 ജൂൺ 2026 മുതൽ 7 ജൂലൈ 2026 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് ആണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 18 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡിന് 10 വേക്കൻസി, EWS 1 വേക്കൻസി, OBC 4 വേക്കൻസി, SC 2 വേക്കൻസി, ST 1 വേക്കൻസി, എക്സ്-സർവീസ്മെൻ 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 18 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ASI എക്സ്റേ ടെക്നീഷ്യൻ ആണ് അടുത്ത പോസ്റ്റ്. ടോട്ടൽ വേക്കൻസി 1 വേക്കൻസിയാണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. അടുത്ത അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലാബ് ടെക്നീഷ്യൻ ആണ്. ടോട്ടൽ വേക്കൻസി 5 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡിനും OBC കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 24 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള ഏജ് ലിമിറ്റ് 18 മുതൽ 28 വയസ്സുള്ള അൺറിസർവ്ഡിനും ഇതിൽ നിന്ന് 3 വർഷം OBCക്കും 5 വർഷമുള്ള SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിലേക്ക് പ്ലസ് ടു പാസ് പ്ലസ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഫാർമസി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സ്റേ ടെക്നീഷ്യൻ ആണ് അടുത്ത പോസ്റ്റ്. +2 ക്വാളിഫിക്കേഷൻ പ്ലസ് 2 വർഷം ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫിയാണ്. അടുത്ത അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലാബ് ടെക്നീഷ്യൻ ആണ്. +2 പ്ലസ് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ജനറൽ EWS SC OBC കാൻഡിഡേറ്റ്സിന് 170 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. റിക്രൂട്ട്മെന്റിലേക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ 8-ാം തീയതി ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകും. അപ്ലൈ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.